ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് എൻ്റെ ഒരു വർക്ക് ഫ്രം ഹോം ഡേ ആണ് കേട്ടോ. എല്ലാവർക്കും കാണിക്കാമെന്ന് വിചാരിച്ച് ചെടികൾക്കൊക്കെ വെള്ളം ഒഴിച്ച് ഞാനൊരു ഗ്ലാസ് വെള്ളം കുടിച്ചിട്ടാണ് കേട്ടോ ഇന്നത്തെ എൻ്റെ ഒരു ഡേ സ്റ്റാർട്ട് ചെയ്തത്. അത് കഴിഞ്ഞിട്ട് നമുക്ക് ചായ വെക്കണം, പിന്നെ രാവിലത്തേക്കും ഉച്ചക്കത്തേക്കുള്ള ഫുഡ് പ്രിപ്പയർ ചെയ്യണം കേട്ടോ. ചായ റെഡി ആയിട്ടുണ്ട്. ഞാനൊരു ഗ്ലാസ് ചായ കുടിച്ചു. കുക്കറിലാണ് കേട്ടോ ഞാൻ ചോറും സാമ്പാറും വെക്കുന്നത്. പെട്ടെന്നാവുമല്ലോ എന്ന് വെച്ചിട്ട് കോളിഫ്ലവറും സാമ്പാറുമാണ് കേട്ടോ രാവിലെ നമുക്ക് കഴിക്കാൻ. ഉച്ചക്കേക്കും ബ്രേക്ക്ഫാസ്റ്റായിട്ട് ഇഡ്ഡലിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇഡ്ഡലി ആവുന്ന സമയത്തേക്ക് നമുക്ക് പോയിന്ന് റെഡി ആയിട്ട് വരാം. വർക്ക് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ തന്നെ അടുക്കളയിലെ എല്ലാ ജോലിയും ഫിനിഷ് ചെയ്യണം കേട്ടോ. 9 മണിക്കാണ് വർക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ പോയി റെഡി ആയിട്ട് വരാം. അങ്ങനെ ഞാൻ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ഇഡ്ഡലിയും സാമ്പാറും പിന്നെ ഇഡ്ഡലിപ്പൊടി നാട്ടിൽ നിന്ന് കൊണ്ടുവന്നാണ് കേട്ടോ. നേരത്തെ വർക്ക് സ്റ്റാർട്ട് ചെയ്താൽ നേരത്തെ തന്നെ വർക്ക് എൻഡ് ചെയ്യാനും പറ്റും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ മാക്സിമം നേരത്തെ ഇരിക്കാറുണ്ട് കേട്ടോ വർക്കിന്. അങ്ങനെ ഞാൻ വർക്ക് സ്റ്റാർട്ട് ചെയ്തു. കണ്ടിന്യൂസ് ആയിട്ട് ലാപ്പ് യൂസ് ചെയ്യുന്നതുകൊണ്ട് ലൈറ്റ് ഒരു പ്രശ്നമുണ്ട് കേട്ടോ ലാപ്പിൻ്റെ. അപ്പോൾ ഞാൻ ബ്ലൂ കട്ടാണ് യൂസ് ചെയ്യുന്നത്. വർക്ക് ഫ്രം ഹോം ആയതുകൊണ്ട് ട്രാവലിങ്ങിൻ്റെ ആ ഒരു ഡിഫിക്കൽട്ടി ഇപ്പോൾ ഇല്ല കേട്ടോ. അപ്പോൾ ഒരുപാട് ടൈം നമുക്ക് കിട്ടുകയും ചെയ്യും. പിന്നെ ട്രാവലിങ്ങിൻ്റെ ആ ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ല. അപ്പോൾ എനിക്ക് വർക്ക് ഫ്രം ഹോം ആണ് കേട്ടോ കുറച്ചുകൂടി ഈസി ആയിട്ട് തോന്നുന്നത്. കണ്ടിന്യൂസ് ആയിട്ട് പിന്നെ ഞാൻ 1 അവർ മാത്രം വർക്ക് ചെയ്യുള്ളൂ. അതിൽ കൂടുതൽ വർക്ക് ചെയ്യില്ല. എന്നിട്ടൊരു 5 മിനിറ്റ് ഞാനൊരു ബ്രേക്ക് എടുക്കും. അപ്പോഴത്തേക്കും കുറച്ചൊരു റിഫ്രഷ്മെൻറ്റ് ഉണ്ടാവും കേട്ടോ. അപ്പോൾ ആ ഒരു ബ്രേക്കിൻ്റെ സമയത്ത് കുറച്ച് വെള്ളമൊക്കെ കുടിച്ച് ഒന്ന് നടന്നിട്ട് വരും കേട്ടോ. അപ്പോഴത്തേക്കും തന്നെ ഏകദേശം ഒന്ന് സെറ്റാവും. അപ്പോൾ ഇന്ന് ഞാനിപ്പോൾ വെള്ളം കുടിച്ച് ഒന്ന് പുറത്ത് പോകുമ്പോഴത്തേക്കും പുറത്ത് നല്ല മഴക്കാറുണ്ടായിരുന്നു കേട്ടോ. രാവിലെ നല്ല വെയിലായിരുന്നു, പക്ഷെ പെട്ടെന്ന് ആ ഒരു ക്ലൈമറ്റ് ചേഞ്ച് ആയ പോലെ തോന്നി. നല്ല മഴക്കാറുണ്ടായിരുന്നു. പെയ്യും തന്നെ വിചാരിച്ചിട്ട് മഴ. ഞാൻ കുറച്ച് നട്ട്സ് കഴിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ ഇപ്പോൾ ചായ കുടിക്കാനുള്ള സമയമാണ്. അപ്പോൾ ഞാൻ ചായയൊന്നും കുടിക്കുന്നില്ല. കുറച്ച് വെള്ളവും കുറച്ച് നട്ട്സും കഴിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. നല്ല മഴക്കാറുണ്ട് കേട്ടോ. അപ്പോൾ മഴ പെയ്തിട്ടൊന്നുമില്ല. രാവിലെ നല്ല വെയിലായിരുന്നു. ഇപ്പോൾ കുറച്ച് നല്ല മഴക്കാറുണ്ട് കേട്ടോ. അപ്പോൾ ചെറിയൊരു ബ്രേക്കിന് ശേഷം വീണ്ടും ഞാൻ വർക്ക് റീസ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ മുന്നേ തന്നെ പ്ലാൻ ചെയ്യും എന്താ നാളെ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ട്. അപ്പോൾ നമുക്ക് വർക്ക് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ ഒരു ഐഡിയ ഉണ്ടാവും നാളത്തേക്ക് എന്തൊക്കെയാണ് ചെയ്യാനുള്ളതെന്ന്. ഉച്ചവരയ്ക്കുള്ള ടാസ്ക് ഓൾമോസ്റ്റ് ഫിനിഷായി. എന്നിട്ട് ഞാൻ ലഞ്ച് കഴിക്കാമെന്ന് വിചാരിച്ചു. സാമ്പാറും കോളിഫ്ലവറും പിന്നെ നാരങ്ങ അച്ചാറുമാണ് കേട്ടോ കഴിക്കാൻ ഉച്ചയ്ക്ക്. കുറച്ച് ലഞ്ച് ബ്രേക്ക് എടുത്തതിന് ശേഷം വീണ്ടും ഞാൻ വർക്ക് തുടങ്ങി. ഇന്ന് പ്ലാൻ ചെയ്തത് ഒരു 5:30 ആകുമ്പോഴത്തേക്കും തീരാനാണ് ഉള്ള ടാസ്ക് ആയിരുന്നു കേട്ടോ. ഓൾമോസ്റ്റ് ഫിനിഷ് ആവാനായി. അത് കഴിഞ്ഞിട്ട് വേണം നമുക്കിനി ചായയും ഒക്കെ വെക്കാൻ കേട്ടോ. അപ്പോൾ വീട്ടിലായതുകൊണ്ട് എല്ലാത്തിനും കുറച്ചുകൂടി ഈസിനെസ് ആയിരുന്നു കേട്ടോ. ഓഫീസിലൊക്കെ പോയിട്ട് വരികയാണെന്നുണ്ടെങ്കിൽ നമ്മൾ വന്നു കഴിഞ്ഞിട്ട് പിന്നെ കുറച്ച് നേരം റെസ്റ്റ് എടുത്തിട്ടൊക്കെ ആയിരിക്കും കേട്ടോ പിന്നെ ചെയ്യാം. ഓൾമോസ്റ്റ് എൻ്റെ ടാസ്ക് ഫിനിഷായി. അപ്പോൾ ഇന്നത്തെ എൻ്റെ ടാസ്ക് കഴിഞ്ഞു കേട്ടോ. അപ്പോൾ ഞാൻ ചായ വെച്ചു. പിന്നെ രാവിലത്തെ ഇഡ്ഡലി അത് ഉപ്മാവ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഡിന്നറിനുള്ളത് പ്രിപ്പയർ ചെയ്തു. ചപ്പാത്തിയും ഉരുളക്കിഴങ്ങ് കറിയാണ് കേട്ടോ ഉണ്ടാക്കിയത്. അപ്പോൾ ഇതാണ് കേട്ടോ എൻ്റെ ചെറിയൊരു വർക്ക് ഫ്രം ഹോം ഡേ. എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.